സോറി ടോയ്ലറ്റ് മതി. ചിക്കലാണ് താമസം പാങ്ങോട്ടിന്. പേര് പറഞ്ഞു. അബ്ദുൽ അസീസ് ബാവ പൂവല്ലൂർ. പിന്നെ ഞാൻ ഒരു 2 വർഷത്തോളമായിട്ട് എനിക്ക് ഷുഗർ 170 160 ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മരുന്ന് കുടിക്കല് ചെയ്യും. ഞാൻ രാവിലെ അങ്ങനെ നടക്കും, സാധാരണ നടക്കും ഇതിലൊക്കെ. അങ്ങനെ ഗൾഫ് പോയി വന്നതിന് ശേഷം ഞാൻ EMS ഫുൾ മെഡിക്കൽ എടുക്കും. അപ്പോൾ അതിൽ എനിക്ക് അവർ തന്നത് പിന്നെ എനിക്ക് കൊളസ്ട്രോൾ 213 ഉണ്ടായിരുന്നു, ഷുഗർ 135, ഫാസ്റ്റിങ് ഫുഡിങ് 155. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യണം, മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലാതെ കഴിയില്ല, അങ്ങനെ എക്സസൈസ് കൊണ്ടൊന്നും നടക്കില്ല. അങ്ങനെ വന്ന് നിൽക്കുമ്പോഴാണ് അന്ന് വന്നക്കാണ്ട് ഞാൻ വീഡിയോ നോക്കുമ്പോഴാണ് യൂട്യൂബിൽ നമ്മളത് കണ്ടത്, മാക്സവനെ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പരേക്കൽ ഇവിടെ കടന്നൂർ സ്കൂളിലാണായിരുന്നു. അപ്പോൾ ഞാൻ ജമാൽ സാഹിബിനെ കിട്ടിയത്. ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്താ വേണ്ടി. നമ്മളൊന്നും വേണ്ട, രാവിലെ വന്നാൽ മതി, ആരും കാണൊന്നും വേണ്ട, സലാം പറഞ്ഞ് ആ കൂട്ടത്തിലാണ് കൂടിയാൽ മതിയാണ്. അങ്ങനെ ഞാൻ അവിടെ പോയി. അതായത് 27-ാം തീയതിയാണ് ഞാൻ ഡോക്ടറെ ഇവിടെ EMS കണ്ടത്. 29-ാം തീയതി മുതൽ ഞാൻ അവിടെ പോയി തുടങ്ങി. അത് പിന്നെ നോമ്പായി, നോമ്പും പെരുന്നാളിനൊക്കെ ഞാൻ പോയിരുന്നു. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് സംശുദ്ധിൻ്റെ ടെസ്റ്റ് ചെയ്തു 13-ാം തീയതി കഴിഞ്ഞ 4-ാം മാസം. അപ്പോൾ എൻ്റെ ഷുഗർ പിന്നെ 131, കൊളസ്ട്രോൾ 190 എന്നാലും കുറഞ്ഞത് ചെയ്യുന്നു. കാരണം നോമ്പിന് കൺട്രോൾ ചെയ്യുന്നു നമ്മൾ, നല്ല ഭക്ഷണം, പിന്നെ മധുരം. ആദ്യം ഞാൻ മധുരം ഷുഗർ പറ്റും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നോമ്പിനാകുമ്പോൾ ജ്യൂസും മറ്റേതൊക്കെ ആയിട്ട് കൂടുതലുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തു, അതിൽ എൻ്റെ ഷുഗർ 108, കൊളസ്ട്രോൾ 178. പിന്നെ എൻ്റെ വെയിറ്റ് എത്രയായാലും കുറയില്ല ചെയ്യുന്നു. 98, 95, 95 കീപ്പിട്ട് പോയില്ല. ഇന്നലെ നോക്കുമ്പോൾ 93. അതാണ് എൻ്റെ. പിന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ളത്, ഞാനൊരു വർഷം മുന്നേ എൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അത് മുറിഞ്ഞപ്പോൾ ഞാൻ ശക്തമായിട്ട് ഇങ്ങനെ പിടിച്ചപ്പോൾ എൻ്റെ ഈ ഷോൾഡറിന് ഇളക്കാൻ പറ്റും. പക്ഷെ കൈ എനിക്കിങ്ങനെ ബാഗ് പിടിക്കാനൊന്നും പറ്റില്ല. ഞാനിവിടെ ഡോക്ടറെ കണ്ടു, പിന്നെ പെരുന്തൽമണ്ണ മറ്റേ മോയിലൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ നീര് കെട്ടിയാണ് പാടൊക്കെ ഇറങ്ങി. മരുന്നൊന്നും കുടിച്ചിട്ടൊന്നും കേൾക്കില്ല, പിന്നെ ഒഴിവാക്കി, മരുന്നൊക്കെ ഒഴിവാക്കി. ഇപ്പം ഇതിൽ വന്നതിൻ്റെ ശേഷം എനിക്ക് ശരിക്കും കൈയൊക്കെ പൊക്കാൻ ഉള്ളതുണ്ട്. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് കിടക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ കൈ തരിക്കും, മരവിക്കും ഇങ്ങനെ ഒന്നായിട്ട്. അതൊന്നും ഇപ്പം ഇല്ല, അതൊക്കെ സുഖമായിക്കണം. അപ്പോൾ എല്ലാവരും പറയാനുള്ള ആത്മാർത്ഥമായിട്ട് നല്ലോണം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് എല്ലാവർക്കും കിട്ടും. ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഒരു ദിവസം മുടങ്ങരുത്. ഞാനാകെ 5 ദിവസം മുടങ്ങിയിട്ടുള്ളൂ. നോമ്പ് പെരുന്നാൾ വരെ പോയിട്ടുണ്ട്. ഒരു അറിയാം, ഇവിടെ കടങ്ങൂർ സ്കൂളിൽ പോയിരുന്നത് 5 ദിവസം ഹോസ്പിറ്റൽ കേസ്, അതേമാതിരി ടൂർ പോയപ്പോൾ ഒഴിവായി എന്നല്ലാതെ വേറെ ഒഴിവായിട്ടില്ല. ഓക്കെ.